JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ കൊണ്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിലെ PSC ആവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ആർക്കൊക്കെ അറിയാം കേരളത്തിലെ ജയിലുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്ന്? ഒന്നാലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ D ആണല്ലേ. 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. വിചാരണഘട്ടം, ശിക്ഷാ കാലാവധി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജയിലുകളെ സെൻട്രൽ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, തുറന്ന ജയിൽ, വനിതാ ജയിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ വിചാരണഘട്ടം, ശിക്ഷാ കാലാവധി എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജയിലുകളെ സെൻട്രൽ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ, തുറന്ന ജയിൽ, വനിതാ ജയിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച്, ഏതാണ് ശരി ഉത്തരം? സെൻട്രൽ ജയിലിലാണ് അല്ലേ. 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും സൈനിക കോടതി ശിക്ഷിച്ചവരെയും സിവിൽ തടവുകാരെയുമാണ് സാധാരണയായി സെൻട്രൽ ജയിലുകളിൽ പാർപ്പിക്കുന്നത്. അപ്പോൾ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട തടവുകാരെ എവിടെയാണ് പാർപ്പിക്കുന്നത്? സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആർക്കൊക്കെ അറിയാം ശരി ഉത്തരം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലാണ് തുറന്ന ജയില് സ്ഥിതി ചെയ്യുന്നത്. മതിലുകളോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്ത തുറന്ന ജയിലുകൾ കേരളത്തിലെ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡിനടുത്തുള്ള ചീമേനിയിലുമാണ്. അപ്പോൾ കേരളത്തിലെ തുറന്ന ജയിൽ, ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? തിരുവനന്തപുരത്തുള്ള നെട്ടുകാൽത്തേരിയിലാണ്. അപ്പോൾ ഈ തുറന്ന ജയിൽ എന്ന് പറഞ്ഞാൽ മതിലുകളോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും ഇല്ലാത്ത ഈ തുറന്ന ജയിലുകളിൽ കേരളത്തിലെ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് എവിടെയാണ്? തിരുവനന്തപുരത്തിനടുത്തുള്ള നെട്ടുകാൽത്തേരിയിലും മറ്റൊന്ന് കാസർഗോഡിനടുത്തുള്ള ചീമേനിയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ B ആണല്ലേ. ബോർസ്റ്റൽ സ്കൂള് എറണാകുളത്തിനടുത്തുള്ള തൃക്കാക്കരയിലാണ് കേരളത്തിലെ ഏക ബോർസ്റ്റൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 18നും 21നും മധ്യേ പ്രായമുള്ള കൗമാര കുറ്റവാളികളെയാണ് പാർപ്പിക്കുന്നത്. കേരളത്തില് 18നും 21നും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ബോർസ്റ്റർ സ്കൂളാണ് അല്ലേ. ബോർസ്റ്റർ സ്കൂള് എറണാകുളത്തിനടുത്തുള്ള തൃക്കാക്കരയിലാണുള്ളത്. കേരളത്തിലെ ഏക ബോർസ്റ്റർ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഇവിടെ 18നും 21നും മധ്യേ പ്രായമുള്ള കൗമാര കുറ്റവാളികളെയാണ് പാർപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ വനിതാ ജയിൽ അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് കേരളത്തിലെ വനിതാ ജയിൽ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കോഴിക്കോടാണല്ലേ. കേരളത്തില് തിരുവനന്തപുരം, തൃശ്ശൂര്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വനിതാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ഒരു തുറന്ന വനിതാ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ താഴെ പറയുന്നവയിൽ കോഴിക്കോടാണ് കേരളത്തിലെ വനിതാ ജയിൽ ഇല്ലാത്തത്.
കേരളത്തിലെ തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും വനിതാ ജയിലുകൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പൂജപ്പുര സെൻട്രൽ ജയിലിന് സമീപം ഒരു തുറന്ന വനിതാ ജയിലും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമാണ് ഈ അവകാശങ്ങളിൽ പെടാത്തത്. തടവുകാർക്ക് നിയമസഹായം തേടാനും കുടുംബാംഗങ്ങളുമായി ബന്ധം പുലർത്താനും ശുചിത്വമുള്ള അന്തരീക്ഷം ലഭിക്കാനും അവകാശമുണ്ട്. എന്നാൽ ജയിൽ അധികൃതർ നിശ്ചയിക്കുന്ന ഭക്ഷണം കഴിക്കാനേ അവർക്ക് അനുവാദമുള്ളൂ. ആ ഒരു കാര്യമാണ് ഈ അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെടാത്തത്. ഏതാണ്? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? ആർക്കൊക്കെ അറിയാം കേരള ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ് എന്ന്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ജയിൽ DGP ആണ് ജയിൽ വകുപ്പിന്റെ തലവൻ. കേരള ജയിൽ വകുപ്പിന്റെ ഭരണപരമായ കാര്യങ്ങളുടെയും മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. അതായത് ജയിൽ DGP ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു തടവുകാരനെ അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? ഒരു തടവുകാരനെ അറസ്റ്റ് ചെയ്ത് എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം? ആർക്കൊക്കെ അറിയാം എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരാളെയും 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. യാത്രാസമയം ഇതിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യം സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? 4 പദ്ധതികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ജയിലുകളിൽ തടവുകാർക്ക് മാനസികാരോഗ്യ സഹായം നൽകുന്ന പദ്ധതി? ഏതാണ്? ഉണർവ്. ജയിലുകളിലെ തടവുകാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും കേരള ജയിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉണർവ്. മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സെൻട്രൽ ജയിൽ അല്ലാത്തത്? താഴെ പറയുന്ന 4 എണ്ണത്തിൽ ഏതാണ് ഒരു സെൻട്രൽ ജയിൽ അല്ലാത്തത്? ആർക്കൊക്കെ അറിയാം? അപ്പോൾ സെൻട്രൽ ജയിലുകൾ അറിയാവുന്നവർക്ക് അതിൻ്റെ അകത്ത് ഏതാണ് അല്ലാത്തതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പാലക്കാട്, പൂജപ്പുര, കണ്ണൂര്, വിയ്യൂര്, തൃശ്ശൂര് എന്നിവ കേരളത്തിലെ പ്രധാന സെൻട്രൽ ജയിലുകളിൽ ഉൾപ്പെടുന്നു. പാലക്കാട് ഒരു ജില്ലാ ജയിലാണ് അല്ലേ? പാലക്കാട് എന്താണ്? ഒരു ജില്ലാ ജയിലാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ജയിൽ വകുപ്പിലെ ജീവനക്കാരുടെ പരിശീലനത്തിനായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? ജയിൽ വകുപ്പിലെ ജീവനക്കാരുടെ പരിശീലനത്തിനൊക്കെ ആയിട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്? ഓപ്ഷൻ ബി ആണല്ലേ. ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്, വിയ്യൂര്. ജയിൽ വകുപ്പിലെ വിവിധ റാങ്കിലുള്ള ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനമാണ് തൃശ്ശൂരിലെ തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂരിലെ ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്. അപ്പോൾ ജയിൽ വകുപ്പ് ജീവനക്കാരുടെ പരിശീലനത്തിനായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥാപനമാണ് ജയിൽ സ്റ്റാഫ് ട്രെയിനിങ് കോളേജ്, വിയ്യൂര്. വിയ്യൂര് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ് സാധാരണയായി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ല നടപ്പിന് ശിക്ഷ ഇളവൊക്കെ ലഭിക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള തടവുകാരെ പാർപ്പിക്കുന്നത് ഏത് ജയിലിലാണ് എന്ന് സാധാരണയായിട്ട് എവിടെയാണ് പാർപ്പിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. തുറന്ന ജയിലിലാണ് ഇങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്നത്. തുറന്ന ജയിലുകളിൽ മതിലുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഒക്കെ
കുറവായിരിക്കും. നല്ല നടപ്പുള്ള തടവുകാർക്ക് സമൂഹവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനും പുനരധിവാസത്തിനുമുള്ള അവസരങ്ങൾ ഒരുക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ നല്ല നടപ്പിന് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്നത് തുറന്ന ജയിലിലാണ് സാധാരണയായി. അടുത്ത ക്വസ്റ്റ്യൻ. ജയിലുകളിലെ തടവുകാർക്ക് പുസ്തകങ്ങൾ വായിക്കാനും പഠനത്തിൽ ഏർപ്പെടാനുമുള്ള സൗകര്യം നൽകുന്ന എന്തിൻ്റെ ഭാഗമായാണ്? ഇപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ, ജയിലുകളിൽ തടവുകാർക്ക് അവർക്ക് പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ പഠനത്തിലൊക്കെ ഏർപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ നൽകുന്നതായിട്ട്. അപ്പോൾ ആ സൗകര്യങ്ങൾ നൽകുന്ന എന്തിൻ്റെ ഭാഗമായാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പുനരധിവാസ പ്രവർത്തനങ്ങൾ. തടവുകാരുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയെ സഹായിക്കാനും അവരെ നല്ല പൗരന്മാരായി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വായനശാലകളും പഠന സൗകര്യങ്ങളും ജയിലുകളിൽ ഒരുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരമെന്ന്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഒബ്സർവേഷൻ ഹോം. ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോം. അപ്പോൾ രണ്ടെണ്ണവും ശരിയാണല്ലോ, ഒബ്സർവേഷൻ ഹോമും സ്പെഷ്യൽ ഹോമും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ അവരുടെ പ്രായം അതുപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവ അനുസരിച്ച് ഒബ്സർവേഷൻ ഹോമുകളിലോ സ്പെഷ്യൽ ഹോമുകളിലോ ആണ് പാർപ്പിക്കുന്നത്. ബോർസ്റ്റൽ സ്കൂളിലെ 18 വയസ്സിന് മുകളിലുള്ള കൗമാര കുറ്റവാളികളെയാണ് താമസിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വേണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. ഓപ്ഷൻ ബിയും സിയും ഇതിൻ്റെ അകത്ത് ശരി ഉത്തരമാണ്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമം ലംഘിച്ച കുട്ടികളെ അവരുടെ പ്രായം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്നിവ അനുസരിച്ച് ഒബ്സർവേഷൻ ഹോമുകളിലോ സ്പെഷ്യൽ ഹോമുകളിലോ ആണ് പാർപ്പിക്കുന്നത്. ബോർസ്റ്റൺ സ്കൂളിൽ പാർപ്പിക്കുന്നത് 18 വയസ്സിന് മുകളിലുള്ള കൗമാര കുറ്റവാളികളെയാണ് അവിടെ താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്രത്യേക ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ തയ്യാറാക്കിയ റാങ്ക് ഫയലിലുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം? താഴെ പറയുന്നവയിൽ ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും മനസ്സിലാക്കുക. അതാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ പെരുമാറ്റം, അവരുടെ ചിന്തകള്, വികാരങ്ങള്, പ്രചോദനങ്ങള് തുടങ്ങിയ മാനസിക പ്രക്രിയകളെ ശാസ്ത്രീയമായി പഠിക്കുക എന്നതാണ്. ഈ അറിവ് പിന്നീട് പെരുമാറ്റം പ്രവചിക്കാനും മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാനും സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മനുഷ്യന്റെ പെരുമാറ്റത്തെയും മാനസിക പ്രക്രിയകളെയും മനസ്സിലാക്കുക എന്നാണ് മനഃശാസ്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലാക്ക് ബോക്സ് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഏത് ചിന്താധാരയാണ്? ബ്ലാക്ക് ബോക്സ് മനഃശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഏത് ചിന്താധാരയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വ്യവഹാരിതവാദം. വ്യവഹാരിതവാദം, ബിഹേവിയറിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. വ്യവഹാരിതവാദം എന്നത് നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ്. എന്ത്? വ്യവഹാരിതവാദം എന്നത്. ചിന്തകള്, വികാരങ്ങള് തുടങ്ങിയവ ആന്തരിക മാനസിക പ്രക്രിയകളെ അവർ ബ്ലാക്ക് ബോക്സ് ആയി കണക്കാക്കുന്നു. അതായത്
നേരിട്ട് പഠിക്കാൻ കഴിയാത്തതും അതിനാൽ പഠനത്തില് പ്രസക്തമല്ലാത്തതും. അപ്പോൾ വ്യവഹാരികവാദം എന്നത് നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മനഃശാസ്ത്ര ചിന്താധാരയാണ്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? താഴെ പറയുന്നവയിൽ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? മനഃശാസ്ത്രത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. അബോധ മനസ്സാണ് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും ശക്തമായി സ്വാധീനിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു. അപ്പോൾ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം? അബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ഉത്തേജകത്തോട് ഉള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയ ഏതാണ്? ഒരു പ്രത്യേക ഉത്തേജകത്തോടു കൂടിയുള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് അതായത് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കുന്ന ഉത്തേജകത്തെ, ഉദാഹരണമായിട്ട് ഭക്ഷണം, ഉമിനീര്, ഒരു പുതിയ നിഷ്പക്ഷ ഉത്തേജകവുമായിട്ട്, അതായത് മണിനാദം, ആവർത്തിച്ച് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ പുതിയ ഉത്തേജകം മാത്രം കേൾക്കുമ്പോഴും അതേ പ്രതികരണം ഉണ്ടാകാൻ തുടങ്ങുന്നു, അതായത് ഉമിനീര് ഉണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോൾ അതാണ് ഒരു പ്രത്യേക ഉത്തേജകത്തോടുള്ള സ്വാഭാവിക പ്രതികരണത്തെ മറ്റൊരു പുതിയ ഉത്തേജകവുമായി ബന്ധിപ്പിച്ച് പഠനം നടക്കുന്ന പ്രക്രിയയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നടക്കുന്ന കാര്യം എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിൽ ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കുന്ന ഉത്തേജകത്തെ ഒരു പുതിയ നിഷ്പക്ഷ ഉത്തേജകവുമായി ആവർത്തിച്ച് ബന്ധിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഓർമ്മയുടെ ഒരു പ്രധാന ഘട്ടം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഓർമ്മയുടെ ഒരു പ്രധാന ഘട്ടം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, വിസ്മരിക്കൽ, ഫോർഗെറ്റിംഗ്. വിസ്മരിക്കൽ അതായത് ഓർമ്മയുടെ പ്രധാന ഘട്ടങ്ങൾ വിവരങ്ങൾ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എൻകോഡിംഗ്, വിവരങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണം, ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കുന്ന വീണ്ടെടുക്കൽ എന്നിവയാണ്. വിസ്മരിക്കൽ എന്നത് ഓർമ്മയുടെ ഒരു ഘട്ടമല്ല, മറിച്ച് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഫോർഗെറ്റിംഗ്, വിസ്മരിക്കൽ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിന് കാരണങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിന് കാരണങ്ങൾ കണ്ടെത്തുന്ന പ്രക്രിയയെ മനഃശാസ്ത്രത്തിൽ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ആരോപണം, ആട്രിബ്യൂഷൻ. അതായത് ഈ ആരോപണ സിദ്ധാന്തം, ആട്രിബ്യൂഷൻ തിയറി അനുസരിച്ച് ആളുകൾ സ്വന്തം പെരുമാറ്റങ്ങൾക്കും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾക്കും കാരണങ്ങൾ നൽകുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ കാരണങ്ങൾ ആന്തരികമോ, അതായത് വ്യക്തിത്വം മനോഭാവം അനുസരിച്ചോ, ബാഹ്യമോ, അതായത് അപ്പോഴത്തെ സാഹചര്യമോ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലോ ആവാം. അതാണ് ആരോപണ സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഒരു വ്യക്തിയുടെ മാനസിക വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ആർക്കൊക്കെ അറിയാം ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വികാസ മനഃശാസ്ത്രം, ഡെവലപ്മെന്റൽ സൈക്കോളജി. വികാസ മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങളെയും വളർച്ചയെയും കുറിച്ച് പഠിക്കുന്ന
ശാസ്ത്ര ശാഖയാണ്. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. വികാസ മനഃശാസ്ത്രം എന്നത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ശാരീരികവും വൈജ്ഞാനികവും സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങളെയും വളർച്ചയെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രശസ്തമായ ബോബോ ഡോൾ പരീക്ഷണം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശസ്തമായ ബോബോ ഡോൾ പരീക്ഷണം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരിയുത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണല്ലേ, നിരീക്ഷണാത്മക പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. അതായത് ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോൾ പരീക്ഷണം കുട്ടികൾ മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും പഠിക്കുന്നു എന്ന് തെളിയിച്ചു. ഇതിനെയാണ് നിരീക്ഷണാത്മക പഠനം അല്ലെങ്കിൽ സാമൂഹിക പഠനം എന്ന് പറയുന്നത്. ആൽബർട്ട് ബന്ദൂരയുടെ ബോബോ ഡോൾ പരീക്ഷണം കുട്ടികൾ മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും പഠിക്കുന്നു എന്ന് തെളിയിച്ചു. ഇതിനെയാണ് നിരീക്ഷണാത്മക പഠനം അല്ലെങ്കിൽ സാമൂഹിക പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? നിരീക്ഷണാത്മക പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏതാണ്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ശാരീരിക ആവശ്യങ്ങൾ, സൈക്കോളജിക്കൽ നീഡ്സ്. അതായത് മാസ്ലോയുടെ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഒരു ശ്രേണിയുണ്ട്. അതില് ഏറ്റവും അടിസ്ഥാനപരവും ശക്തവുമായ ആവശ്യങ്ങളാണ് ഭക്ഷണം, വെള്ളം, വായു, ഉറക്കം തുടങ്ങിയവ ശാരീരിക ആവശ്യങ്ങളാണ്. ഇവ തൃപ്തിപ്പെട്ടാൽ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുകയുള്ളൂ. അപ്പോൾ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, വൈജ്ഞാനിക മനഃശാസ്ത്രം, കോഗ്നിറ്റീവ് സൈക്കോളജി. അതായത് വൈജ്ഞാനിക മനഃശാസ്ത്രം എന്നത് വിവരങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, സംഭരിക്കുന്നത്, ഉപയോഗിക്കുന്നത് തുടങ്ങിയ ആന്തരിക മാനസിക പ്രക്രിയകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നു. അപ്പോൾ എന്താണ് വൈജ്ഞാനിക മനഃശാസ്ത്രം എന്നത്? വിവരങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സംഭരിക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ആന്തരിക മാനസിക പ്രക്രിയകളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നു. അപ്പോൾ ചിന്ത, ഓർമ്മ, ഭാഷ, പ്രശ്നപരിഹാരം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? വൈജ്ഞാനിക മനഃശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ പെരുമാറ്റം, ചിന്തകള്, വികാരങ്ങള് എന്നിവയെ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഒരു വ്യക്തിയുടെ പെരുമാറ്റം, അതുപോലെ തന്നെ ചിന്തകള്, അതുപോലെ തന്നെ വികാരങ്ങള് എന്നിവയെ സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സാമൂഹിക മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. ഈ സാമൂഹിക മനഃശാസ്ത്രം വ്യക്തികൾ എങ്ങനെയാണ് പരസ്പരം ചിന്തിക്കുന്നതെന്നും സ്വാധീനിക്കുന്നതെന്നും ബന്ധപ്പെടുന്നതെന്നും ഒക്കെ ശാസ്ത്രീയമായി പഠിക്കുന്നു. സാമൂഹിക ധാരണ, സാമൂഹിക സ്വാധീനം, സാമൂഹിക ബന്ധങ്ങൾ
എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഷീൻ പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് വസ്തുക്കൾ കൺമുന്നിൽ നിന്നും മാറിയാലും അവ നിലനിൽക്കുന്നു എന്ന ധാരണ ഏത് ഘട്ടത്തിലാണ് കുട്ടി ആർജിക്കുന്നത്? ഷീൻ പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തം അനുസരിച്ച് വസ്തുക്കൾ കൺമുന്നിൽ നിന്നും മാറിയാലും അവ നിലനിൽക്കുന്നു എന്ന ധാരണ ഏത് ഘട്ടത്തിലാണ് കുട്ടി ആർജിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സംവേദക ചാലക ഘട്ടം. സംവേദക ചാലക ഘട്ടം, സെൻസോറി മോട്ടോർ സ്റ്റേജ്. പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് ജനനം മുതൽ ഏകദേശം 2 വയസ്സുവരെയുള്ള സംവേദക ചാലക ഘട്ടത്തിലാണ് ശിശുക്കൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ആശയം വികസിപ്പിച്ചെടുത്തത്. അതായത് ഒരു വസ്തു കാഴ്ചയിൽ നിന്ന് മറഞ്ഞാലും അവ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അതാണ് പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ചുള്ള സംവേദക ചാലക ഘട്ടം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു വ്യക്തിയുടെ സാമൂഹിക പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സാമൂഹിക മാനദണ്ഡങ്ങൾ, സോഷ്യൽ നോംസ്. ഈ സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള അംഗീകരിക്കപ്പെട്ട നിയമങ്ങളും പ്രതീക്ഷകളുമാണ്. ഇത് വ്യക്തികളുടെ സാമൂഹ്യ പെരുമാറ്റത്തെ കാര്യമായി സ്വാധീനിക്കുന്നു. ജനിതക ഘടനയും വ്യക്തിത്വ പ്രധാനമാണെങ്കിലും സാമൂഹിക സാഹചര്യവും അതിലെ മാനദണ്ഡങ്ങളും പെരുമാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. അപ്പോൾ ഇതാണ് സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നാൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്ന് ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കുന്ന പഠന രീതി ഏതാണ്? ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പെട്ടെന്ന് ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കുന്ന പഠന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഉൾക്കാഴ്ച പഠനം. അതായത് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഉൾക്കാഴ്ച പഠനത്തിൽ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു പ്രശ്നത്തിന്റെ ഘടന മനസ്സിലാക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇവിടെ മുൻപരിചയമോ ക്രമേണയുള്ള ശ്രമങ്ങളോ അല്ല, മറിച്ച് ഒരു ഹാ നിമിഷത്തിലൂടെയാണ് പരിഹാരം ലഭിക്കുന്നത്. അതാണ് ഉൾക്കാഴ്ച പഠനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രാഥമിക വികാരം അല്ലാത്തത്? പ്രൈമറി ഇമോഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഒരു പ്രാഥമിക വികാരം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കുറ്റബോധം. അതായത് ഈ പ്രാഥമിക വിവരങ്ങൾ സാർവത്രികവും ജന്മസിദ്ധവുമാണ്. സന്തോഷം, ദുഃഖം, ഭയം, കോപം, വെറുപ്പ്, ആശ്ചര്യം എന്നിവ സാധാരണയായിട്ട് പ്രാഥമിക വികാരങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കുറ്റബോധം പോലുള്ള വികാരങ്ങൾ സാമൂഹികവും സാംസ്കാരികവുമായ സ്വാധീനങ്ങളാൽ രൂപം കൊള്ളുന്ന ദ്വിതീയ വികാരങ്ങളാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, കുറ്റബോധം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ സ്ഥിരമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയുടെ സവിശേഷമായ പാറ്റേൺ എന്താണ് അറിയപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ സ്ഥിരമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പെരുമാറ്റ രീതികൾ എന്നിവയുടെ സവിശേഷമായ പാറ്റേൺ എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. അതായത് ഒരു വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ തനതായ സ്വഭാവ സവിശേഷതകളുടെയും പെരുമാറ്റ രീതികളുടെയും ആകെത്തുകയാണ്. ഇത് വ്യക്തി കാലക്രമേണ സ്ഥിരത പുലർത്തുകയും വിവിധ സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രവചിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്രചോദനം. അതായത് മോട്ടിവേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രചോദനം എന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ ഒരു വ്യക്തിയെ പ്രവർത്തിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആന്തരിക ഊർജമാണ്. ഇത് ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങൾ എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കാം. അതാണ് പ്രചോദനം എന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ ഒരു വ്യക്തിയെ പ്രവർത്തിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു ആന്തരിക ഊർജമാണ്. അപ്പോൾ ഒരു ലക്ഷ്യം നേടാൻ പ്രവർത്തിക്കാനുള്ള ആന്തരിക പ്രേരണ എന്താണ് അറിയപ്പെടുന്നത്? പ്രചോദനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? മോട്ടിവേഷൻ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കാനുള്ള സ്വഭാവത്തെ എന്തു പറയുന്നു? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വിശ്വാസങ്ങളെയും മാനിക്കാനുള്ള സ്വഭാവത്തെ എന്തു പറയുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ബഹുമാനം, റെസ്പെക്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും വിശ്വാസങ്ങളെയും വിലമതിക്കുകയും അവയോട് ആദരവ് കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത്, അതായത് റെസ്പെക്ട് എന്ന് പറയുന്നത്. ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വഴങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാം? പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് വഴങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയെ എങ്ങനെ വിശേഷിപ്പിക്കാം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് സി ആണല്ലേ, വികാരക്ഷോഭം, ഇറിറ്റബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് ദേഷ്യം വരികയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് വികാരക്ഷോഭം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കൂട്ടം ആളുകൾ ഒരു പൊതുവായ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനെ എന്തു പറയുന്നു? ഒരു കൂട്ടം ആളുകൾ ഒരു പൊതുവായ ലക്ഷ്യത്തെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന്, ഒരു പൊതുവായ ലക്ഷ്യത്തിനായിട്ട് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന് എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻസ് ബി ആണല്ലേ, സഹകരണം, കോ ഓപ്പറേഷൻ. ഒരു പൊതുവായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ സഹകരണം എന്ന് പറയുന്നു. ഇത് കാര്യങ്ങൾ എളുപ്പത്തിലും കൂടുതൽ ഫലപ്രദമായും പൂർത്തീകരിക്കാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ശരിയായ നിലപാടെടുക്കാനുമുള്ള ധൈര്യത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ശരിയായ നിലപാടെടുക്കാനുമുള്ള ധൈര്യത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ധീരത, കറേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തെറ്റായ കാര്യങ്ങളെ എതിർക്കാനും ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളാനുമുള്ള മാനസികമായ ധൈര്യമാണ് ധീരത എന്ന് പറയുന്നത്. ഇത് വ്യക്തിഗതവും സാമൂഹികവുമായ മാറ്റങ്ങൾക്ക് അനിവാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ആർക്കൊക്കെ അറിയാം വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് എന്ന്? ഏത് വർഷത്തിലാണ്? 2005 അല്ലേ? വിവരാവകാശ നിയമം 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുകയും 2005 ഒക്ടോബർ 12 ഇത് പൂർണ്ണമായി നിലവിൽ വരികയും ചെയ്തു. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം 2005 പ്രധാന ലക്ഷ്യം എന്താണ്? വിവരാവകാശ നിയമം 2005 കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് പ്രധാന ലക്ഷ്യം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ബി ആണല്ലേ, പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക. പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക എന്നാണ് വിവരാവകാശ നിയമം 2005 പ്രധാന ലക്ഷ്യം. വിവരാവകാശ നിയമം പൊതു അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരന് ഏത് തരം വിവരങ്ങളാണ് ആവശ്യപ്പെടാൻ കഴിയുക? വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു പൗരന് ഏത് തരം വിവരങ്ങളാണ് ആവശ്യപ്പെടാൻ കഴിയുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, പൊതു അധികാരികളുടെ കൈവശമുള്ളതും
അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ വിവരങ്ങള്. വിവരാവകാശ നിയമം അനുസരിച്ച് രാജ്യസുരക്ഷ, സ്വകാര്യത തുടങ്ങിയ ചില പരിമിതികൾ ഒഴികെ പൊതു അധികാരികളുടെ കൈവശമുള്ളതും അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ ഏത് വിവരവും ഒരു പൗരന് ആവശ്യപ്പെടാൻ കഴിയും. അതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യസുരക്ഷയും സ്വകാര്യത തുടങ്ങിയ ചില പരിമിതികളൊക്കെ ഒഴികെ പൊതു അധികാരികളുടെ കൈവശമുള്ളതും അവർക്ക് ലഭ്യമാക്കാവുന്നതുമായ ഏത് വിവരവും ഒരു പൗരന് ആവശ്യപ്പെടാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപയാണ് ഫീസ് നൽകേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? സംസ്ഥാന നിയമങ്ങൾക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടാം. വിവരാവകാശ അപേക്ഷയോടൊപ്പം നൽകേണ്ട ഫീസ് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. ചില വിഭാഗക്കാർക്ക് ഫീസിൽ ഇളവുകളോ സൗജന്യമോ ലഭിച്ചേക്കാം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ ലഭിക്കുകയാണ് എങ്കിൽ പൊതു വിവരാവകാശ ഓഫീസർ സാധാരണയായിട്ട് 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. ജീവന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ ആർക്കാണ് പരാതി നൽകാൻ കഴിയുക? വിവരാവകാശ നിയമം അനുസരിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ ആർക്കാണ് പരാതി നൽകാൻ കഴിയുക? ആർക്കാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ ആണ് പരാതി നൽകാൻ കഴിയുക. വിവരാവകാശ നിയമം അനുസരിച്ച് പൊതു വിവരാവകാശ ഓഫീസർ തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരം നിഷേധിക്കുകയോ ചെയ്താൽ അപേക്ഷകന് സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ, അതായത് സംസ്ഥാന വിഷയങ്ങളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര വിഷയങ്ങളിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ പരാതി നൽകാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങള്. വിവരാവകാശ നിയമം പ്രധാനമായും സർക്കാർ വകുപ്പുകള്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, സർക്കാർ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ പൊതു അധികാരികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ബാധകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വകുപ്പ് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വകുപ്പ് 8 ആണ് അല്ലെ. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 ചില പ്രത്യേക വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഏതാണ് അതൊക്കെ? രാജ്യസുരക്ഷ, അന്താരാഷ്ട്ര ബന്ധങ്ങള്, വാണിജ്യ രഹസ്യങ്ങള്, വ്യക്തിഗത സ്വകാര്യത തുടങ്ങിയ കാര്യങ്ങൾ ഇതില് ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തലത്തിലുള്ള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, രാഷ്ട്രപതി ആണല്ലേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമം പൗരന്മാരെ എങ്ങനെ ശാക്തീകരിക്കുന്നു? വിവരാവകാശ നിയമം പൗരന്മാരെ എങ്ങനെ ശാക്തീകരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും ചോദ്യം ചെയ്യാനും അവസരം നൽകുന്നു. അതായത് വിവരാവകാശ നിയമം പൗരന്മാർക്ക് സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ അവരെ കൂടുതൽ ബോധവാന്മാരും ഉത്തരവാദിത്തമുള്ളവരുമാക്കുന്നു. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു ഉദാഹരണം
എന്ന് പറയുന്നത്. അപ്പോൾ ആക്രമണോത്സുകത എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്നാണേലും ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? ഒന്ന് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഒരു കുട്ടി കളിക്കുമ്പോൾ മറ്റൊരാളെ തള്ളിയിടുന്നു, അതൊരു ആക്രമണോത്സുകതയാണ് അല്ലേ. ആക്രമണോത്സുകത എന്നത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഏതൊരു പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ബിയിൽ കുട്ടി മറ്റൊരാളെ തള്ളിയിടുന്നത് ദോഷം വരുത്തുന്ന ഉദ്ദേശത്തോടെയാകാം. മറ്റു ഓപ്ഷനുകളിൽ അത്തരമൊരു ഉദ്ദേശമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളത്. അപ്പോൾ ആക്രമണോത്സുകത എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾക്ക് ദോഷം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഏതൊരു പെരുമാറ്റത്തെയും നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, സാമൂഹിക പഠനം. ആളുകള് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും ആക്രമണോത്സുകത പഠിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കള്, സുഹൃത്തുക്കള്, മാധ്യമങ്ങള് എന്നിവയിൽ നിന്നുള്ള അനുഭവങ്ങൾ ഇതിന് കാരണമായേക്കാം. അപ്പോൾ ഈ ആക്രമണോത്സുകത എന്ന് പറയുന്നത് ആളുകള് മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും അനുകരിക്കുന്നതിലൂടെയും ആക്രമണോത്സുകതയെക്കുറിച്ച് പഠിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, മാധ്യമങ്ങൾ എന്നിവയിൽ നിന്നുള്ള അനുഭവങ്ങളും ഇതിന് കാരണമായേക്കാം. അപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് സാമൂഹിക പഠനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകതയുടെ ഒരു തരം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്രമണോത്സുകതയുടെ ഒരു തരം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ഡി ആണല്ലേ, സഹാനുഭൂതി. സഹാനുഭൂതി എന്നത് മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവാണ്. ഇത് ആക്രമണോത്സുകതയുടെ വിപരീതമാണ് അല്ലേ. ഇത് ആക്രമണോത്സുകത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിന്റെ വിപരീത. സഹാനുഭൂതി അതിൻ്റെ അകത്ത് ഒരിക്കലും വരില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്? അത് മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവാണ്. ഇത് ആക്രമണോത്സുകതയുടെ വിപരീതമാണ്. ശാരീരികം, വാചികം, പരോക്ഷം എന്നിവയെല്ലാം ആക്രമണോത്സുകതയുടെ വിവിധ രൂപങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആക്രമണോത്സുകത കുറയ്ക്കാനുള്ള ഒരു ഫലപ്രദമായ മാർഗം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്രമണോത്സുകത കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻസ് സി ആണല്ലേ, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകൾ പഠിപ്പിക്കുക. അതായത് ഈ സംഘർഷങ്ങളൊക്കെ അഹിംസാത്മകമായി പരിഹരിക്കാനുള്ള കഴിവുകൾ പഠിപ്പിക്കുന്നത് ആക്രമണോത്സുകത പെരുമാറ്റം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ്. അപ്പോൾ ആക്രമണോത്സുകത കുറയ്ക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ് എന്താണ്? പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകൾ പഠിപ്പിക്കുക. ഈ സംഘർഷങ്ങൾ അഹിംസാത്മകമായി പരിഹരിക്കാനുള്ള കഴിവുകളൊക്കെ പഠിപ്പിക്കുന്നത് ആക്രമണോത്സുകത പെരുമാറ്റം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ബി ആണല്ലേ, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ചില ഹോർമോണുകൾ ആക്രമണോത്സുകത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ആൻഡ്രോജൻ ഹോർമോണുകൾ ഉയർന്ന തോതിൽ ഉള്ളവരിൽ ആക്രമണോത്സുക പ്രവണത കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഇത് ഒരു കാരണം മാത്രമാണ്. സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഹോർമോണുകളുടെ സ്വാധീനം ആക്രമണോത്സുകതയിൽ എങ്ങനെയാണ്? അതിനകത്ത് ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ചില ഹോർമോണുകൾ ആക്രമണോത്സുകത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു.
പക്ഷേ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ എന്നാൽ ഇതൊരു കാരണം മാത്രമാണ്. സാമൂഹികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് എന്താണ് വിശദീകരിക്കുന്നത്? ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് എന്താണ് വിശദീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ ബി ആണല്ലേ. ലക്ഷ്യം നേടുന്നതിനുള്ള തടസ്സങ്ങൾ, ഫ്രസ്ട്രേഷൻ എങ്ങനെ ആക്രമണോത്സുക പെരുമാറ്റത്തിന് കാരണമാകുന്നു, അതാണ് വിശദീകരിക്കുന്നത്. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോതെസിസ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യം നേടുന്നതിൽ തടസ്സമുണ്ടാവുമ്പോൾ അത് നിരാശയിലേക്ക് നയിക്കുകയും ആ നിരാശ ആക്രമണോത്സുക പെരുമാറ്റമായി പ്രകടമാകുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് കുട്ടികളിലെ ആക്രമണോത്സുക പെരുമാറ്റത്തിന്റെ ഒരു സൂചന അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് കുട്ടികളിലെ ആക്രമണോത്സുക പെരുമാറ്റത്തിന് ഒരു സൂചന അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. തൻ്റെ കളിപ്പാട്ടങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ താല്പര്യം കാണിക്കുക. കളിപ്പാട്ടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് സാമൂഹികമായ നല്ല പെരുമാറ്റമാണ് അല്ലേ. അപ്പോൾ മറ്റുള്ള ഓപ്ഷനുകളിൽ കുട്ടികളെ ആക്രമണോത്സുക പ്രവണതകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മാധ്യമങ്ങളിലെ അക്രമ ദൃശ്യങ്ങൾ കുട്ടികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന അക്രമ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുട്ടികളെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അക്രമ ദൃശ്യങ്ങൾ കാണുന്നത് കുട്ടികളിൽ ആക്രമണോത്സുക ചിന്തകളും പെരുമാറ്റങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മാധ്യമങ്ങളിലെ അക്രമ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന അവസരത്തിൽ കുട്ടികൾ അനുകരണ സ്വഭാവം വളർത്താനും അക്രമത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ മാറ്റാനും അതുവഴി ആക്രമണോത്സുക പെരുമാറ്റങ്ങൾ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഘത്തിലെ വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്ന പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? ഒരു സംഘത്തിലെ വ്യക്തികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കുന്ന പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഡി ഇൻഡിവിജ്വേഷൻ ആണ് കറക്റ്റ് ആൻസർ. സി. ഈ ഡി ഇൻഡിവിജ്വേഷൻ എന്നത് ഒരു കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ വ്യക്തിഗതമായ സ്വയംബോധം കുറയുകയും അത് സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ കൂട്ടായ ആക്രമണോത്സുക പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. അതാണ് ഡി ഇൻഡിവിജ്വേഷൻ എന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഡി ഇൻഡിവിജ്വേഷൻ എന്നത് ഒരു കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ വ്യക്തിഗതമായ സ്വയംബോധം കുറയുകയും അത് സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ കൂട്ടായ ആക്രമണോത്സുക പെരുമാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ആക്രമണോത്സുകത കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തിഗത തന്ത്രം? ഈ ആക്രമണോത്സുകതയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിഗത തന്ത്രങ്ങൾ അത് ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. അക്രമാസക്തമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആക്രമണോത്സുകത കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രധാന തന്ത്രമാണ് അക്രമാസക്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത്. ഇത് സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശാന്തമായ പ്രതികരണങ്ങൾക്ക് സമയം നൽകാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇച്ഛാഭംഗത്തിന്റെ ഒരു സാധാരണ കാരണം ഈ താഴെ പറയുന്ന ഓപ്ഷനകത്ത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഒരു ലക്ഷ്യം നേടുന്നതിലെ തടസ്സം.
അതായത് ഈ ഇച്ഛാഭംഗം ഉണ്ടാകുന്നത് പ്രധാനമായും ഒരു വ്യക്തിയുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ്. ഇത് നിരാശയ്ക്കും അസ്വസ്ഥതയ്ക്കും ഒക്കെ കാരണമാകും. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ ലക്ഷ്യത്തിൽ യാത്രയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നിരാശയും അസ്വസ്ഥതയൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലേ. അത് ലക്ഷ്യം നേടുന്നതിനുള്ള തടസ്സമാണ്. അങ്ങനെയാണ് അത് ഇച്ഛാഭംഗം ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഉത്കണ്ഠയും ഉണ്ടാകും, ദേഷ്യവും ഉണ്ടാവും അല്ലേ. ഇച്ഛാഭംഗം വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് എന്താണ് ഉണ്ടാകുന്നത്? ഉത്കണ്ഠ, ദേഷ്യം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് വികാരങ്ങളാണ് ഏതൊക്കെയാണ്? ഉത്കണ്ഠ, ദേഷ്യം, നിരാശ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാതെ എല്ലാ കാര്യങ്ങളെയും സമാധാനത്തോടു കൂടി ഫേസ് ചെയ്താൽ നമുക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഉത്കണ്ഠയും ദേഷ്യവും ഒരു പരിഹാരമല്ല എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് യഥാർത്ഥ ആൻസർ എന്താണ്? ഇച്ഛാഭംഗം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രതികരണം ഏതാണ്? ഉത്കണ്ഠയും ദേഷ്യവും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് അല്ലേ. ഇച്ഛാഭംഗം വരുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഉത്കണ്ഠ, ദേഷ്യം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതാണ് ഇച്ഛാഭംഗത്തെ നേരിടാനുള്ള ഒരു നല്ല മാർഗം. ഇച്ഛാഭംഗത്തെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു നല്ല മാർഗമാണ് പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുമ്പോൾ അതിനെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു നല്ല മാർഗമാണ് എന്താണ്? പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ ഇച്ഛാഭംഗം ഒരു വ്യക്തിയിൽ എന്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം? തുടർച്ചയായ ഇച്ഛാഭംഗം ഒരു വ്യക്തിയിൽ എന്ത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? വിഷാദം അല്ലെ, ഡിപ്രഷന് കാരണമായേക്കാം. ദീർഘകാലത്തേക്ക് ഇച്ഛാഭംഗം അനുഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും അത് വിഷാദത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള ഒരു സാധാരണ സാഹചര്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിനകത്ത് കുട്ടികളിൽ ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള ഒരു സാധാരണ സാഹചര്യം ഏതാണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാ ശരി ഉത്തരം? എല്ലാവരും കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അവർക്ക് ഒരു കാര്യം ചെയ്യാൻ അനുവാദമില്ലാത്തപ്പോൾ ആണ് ഇച്ഛാഭംഗം ഉണ്ടാവുന്നത് അല്ലേ. കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ മാതാപിതാക്കളോ മറ്റുള്ളവരോ അനുവദിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഇച്ഛാഭംഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇച്ഛാഭംഗം ചിലപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം എന്ന സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വച്ചത്? ഇച്ഛാഭംഗം ചിലപ്പോൾ ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം എന്ന സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആരാണ് ശരി ഉത്തരം? ഏതാണ്? ജോൺ ഡോളാർഡ് അല്ലെ. ജോൺ ഡോളാർഡ് ആണ് കറക്റ്റ് ആൻസർ. ജോൺ ഡോളാർഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഇച്ഛാഭംഗം പലപ്പോഴും ആക്രമണോത്സുക പെരുമാറ്റത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ജോൺ ഡൊളാർഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. അത് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇച്ഛാഭംഗത്തിന്റെ ഒരു മാനസിക പ്രഭാവം അല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ഇച്ഛാഭംഗത്തിന് ഒരു മാനസിക പ്രഭാവം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പ്രചോദനം വർദ്ധിക്കുക. ഇച്ഛാഭംഗം സാധാരണയായി നിഷേധാത്മക വികാരങ്ങളായ നിരാശ, ദേഷ്യം, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്നു. പ്രചോദനം വർദ്ധിക്കുന്നത് ഇച്ഛാഭംഗത്തിന്റെ സാധാരണ
ഫലമല്ല. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, പ്രചോദനം വർദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ സഹനശക്തി ടോളറൻസ് ഇച്ഛാഭംഗത്തെ എങ്ങനെ ബാധിക്കാം? ഒരു വ്യക്തിയുടെ സഹനശക്തി ഇച്ഛാഭംഗത്തെ എങ്ങനെ ബാധിക്കാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ. കുറഞ്ഞ സഹനശക്തിയുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഇച്ഛാഭംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ സഹനശക്തിയുള്ള വ്യക്തികൾ ചെറിയ തടസ്സങ്ങൾ പോലും വലിയ കാര്യമായി കാണുകയും കൂടുതൽ ഇച്ഛാഭംഗം അനുഭവിക്കുകയും ചെയ്യാം. ഉയർന്ന സഹനശക്തിയുള്ളവർക്ക് കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. കൗൺസിലിംഗ് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൗൺസിലിംഗിനെ കുറിച്ച് അല്ലേ. എന്താണ് ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന സഹായമാണ് കൗൺസിലിംഗ്. പ്രത്യേകം ഓർത്തിരിക്കണം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന സഹായമാണ് കൗൺസിലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എവിടെ സഹായം തേടാം? മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് എവിടെ സഹായം തേടാം? മനഃശാസ്ത്രജ്ഞൻ, സൈക്കാട്രിസ്റ്റ്, കൗൺസിലർ എന്നിവരെ സമീപിക്കാവുന്നതാണ്. കൂടാതെ മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനുകളുടെ സഹായവും തേടാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബോധം, കോൺഷ്യസ്നസ് എന്നതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആർക്കൊക്കെ അറിയാം? ബോധം എന്നതുകൊണ്ട് മനഃശാസ്ത്രത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളെയും ചിന്തകളെയും കുറിച്ചുള്ള അവബോധത്തെയാണ് ബോധം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ ചുറ്റുപാടുകളെയും ചിന്തകളെയും കുറിച്ചുള്ള അവബോധത്തെയാണ് ബോധം എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാൽ എന്താണ്? കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നാൽ എന്താണ്? ഒരാളുടെ ചിന്തകളും വിശ്വാസങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക അസ്വസ്ഥതയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. ഒരാളുടെ ചിന്തകളും വിശ്വാസങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന മാനസിക അസ്വസ്ഥതയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.